എന്തായിരുന്നു? ഡൈവോഴ്സ് കേസാണ് സാർ. ഏ ഡൈവോഴ്സ് കേസാണ്. ആഹാ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇല്ല, കുറച്ചായിട്ടുള്ളൂ. എന്താ പണി നിങ്ങക്ക്? ഞാൻ നാട്ടിലെ കൂലിപ്പണിയൊക്കെയാണ്. ഇതാരാ അച്ഛനാ? അച്ഛനാണ്. എന്താ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം എന്താ? ഒത്തു പോണില്ല. ഒത്തുപോണില്ല എന്നൊക്കെ തന്നെയാണ് എല്ലായിടത്തും പ്രശ്നം. നിങ്ങൾക്ക് അപ്പം ഭാര്യക്ക് ജോലി ഉണ്ടോ? ഭാര്യ ടൈലറാണ്. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? കുട്ടിയുണ്ട്. എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. ആൺകുട്ടിയാ പെൺകുട്ടിയാ? പെൺകുട്ടിയാണോ? എത്ര പ്രായം? 3 വയസ്സ്. 3 വയസ്സായ പെൺകുട്ടി ഉണ്ട്. എന്താ ഇപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? ഇപ്പൊ ഈ ഡൈവോഴ്സ് ചെയ്യിക്കണോ? അത് വേണം. അച്ഛനും നിർബന്ധിച്ച് പറയുക തന്നെയാണ്. എന്താ നിങ്ങൾക്ക് പെണ്ണിനെ കൊണ്ട് ഉപദ്രവം എന്താ? അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നുമില്ല. ഇല്ല. ഉപദ്രവം അച്ഛൻ. ഓ അത് ശരി. അപ്പൊ നിങ്ങൾക്ക് ഉപദ്രവമില്ല, അച്ഛനാണ് ഇപ്പൊ ഉപദ്രവം. അതെ അതെ. കണ്ടോ, പെങ്ങളുടെ മൂപ്പർക്ക് ഭാര്യനെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല. ഇങ്ങക്ക് മൂപ്പരുടെ ഭാര്യ ഉപദ്രവമായി മാറുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് സ്വയം ഡൈവോഴ്സിന് തയ്യാറായി വന്നേക്കാണ് മകൻ. അതല്ല സാർ, അതല്ല എന്റെ ഡൈവോഴ്സ് അല്ല, എന്റെ ഭാര്യയുടെ കാര്യമല്ല. പിന്നെ ഞാൻ അച്ഛന്റെ ഡൈവോഴ്സിന്റെ കാര്യത്തിനാണ് വന്നുള്ളത്. അച്ഛന്റെ ഡൈവോഴ്സിന്റെ കാര്യം പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അച്ഛന്റെ അല്ല ഞാൻ ചോദിക്കണത്, ഇപ്പോ ഡിവോഴ്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ അമ്മല്ലേ? അത് നിങ്ങളുടെ അമ്മല്ലേ? അല്ല, എന്റെ അമ്മ മരിച്ചുപോയി. ഇതിപ്പോ ആരപ്പം ഡിവോഴ്സ്? നിങ്ങളുടെ മകനല്ലേ? അപ്പൊ പിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കണത്? അച്ഛന് ഡൈവോഴ്സ് വേണം. അച്ഛന് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കണത് അച്ഛനെ ഡൈവോഴ്സ് ചെയ്യണ ആള് ആരാണ്? അമ്മല്ലേ? നിങ്ങളുടെ അമ്മല്ലേ? അല്ല, എന്റെ അമ്മ മരിച്ചുപോയി. എന്തൊരു ഹാലാക്കാണ് റബ്ബേ. നിങ്ങളുടെ അമ്മ മരിച്ചുപോയി, നിങ്ങളുടെ ഞാൻ 2ാം മുറി കെട്ടിയതാണ് വേറെ. അങ്ങോട്ട് മുമ്പ് പറഞ്ഞൂടെ, വെറുതെ മനുഷ്യനെ ഇടങ്ങറാക്കാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങളുടെ അമ്മ മരിച്ചതിന് ശേഷം 2ാമത് കല്യാണം കഴിച്ച ഭാര്യ, അതിനിപ്പോ ഡൈവോഴ്സ് ചെയ്യാൻ വേണം. എന്തിനാ കല്യാണം കഴിച്ചത്? പിന്നെ ഞങ്ങളൊക്കെ നിർബന്ധിച്ചിട്ട് കെട്ടിച്ചതാണ്. അച്ഛനെ ഒറ്റയ്ക്കാവുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ ഇപ്പൊ വലിയ ശല്യമായി തുടങ്ങി. അച്ഛന് ഉപദ്രവമാണ്. എന്റെ മുതുകത്തിയാണ് അടിച്ചത്, മൂക്കിണ്ടിട്ട് ഇടിച്ചു തന്നിട്ടേ ആനന്ദാണെന്ന് പോയി. നിങ്ങൾക്ക് എത്ര പ്രായം? എനിക്ക് 67 വയസ്സ്. ഈ കല്യാണം കഴിച്ച സ്ത്രീക്കോ? 35. പീടിയൊക്കെ കൊള്ളു. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? എന്താ അച്ഛന്റെ ഓരോ സ്വത്തുവകകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. അച്ഛൻ രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞാല് വിരല് പിടിച്ചിട്ട് പേപ്പറിലൊക്കെ അങ്ങനെ വേറൊരു വീടും പറമ്പും ഉണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടില് ആ സ്ത്രീയുടെ കുറെ ആൾക്കാർ വന്ന് താമസിക്കാം. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. അത് അവരുടെ പേരിലായി കഴിഞ്ഞു. എന്തായാലും അവിടെ ഗുമസ്തുണ്ട് പുറത്ത്. മൂപ്പരെ കണ്ടിട്ട് നിങ്ങളുടെ അഡ്രസ് ഒക്കെ കൊടുക്കുക, നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ കൊടുക്ക് കേട്ടോ. അത് ചെയ്യാം. മറ്റന്നാൾ ഇങ്ങോട്ട് പോന്നോ? അപ്പൊ ശരി, ഒഴിവാക്കി തന്നെ. ആയിക്കോട്ടെ. ഇരിക്ക്. എന്താണ് പ്ലംബർ മന്മത? ചെറിയൊരു കേസോ? വെള്ളമടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. വെള്ളമടിച്ച് നടുറോട്ടി വരുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ പുറത്തിറങ്ങാറില്ലല്ലോ, വീട്ടിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതല്ല. ഡിവോഴ്സ് നോട്ടീസ് അല്ലേ? ഞാനായിട്ട് ഒന്നും ചെയ്തല്ല സാർ. അല്ല, വേണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ട് താനെന്താ എന്നെ ഒന്ന് ഇതിനു മുമ്പ് വന്ന് കാണാഞ്ഞേ? അപ്പൊ ഈ പേപ്പർ കിട്ടിയപ്പോ എനിക്ക് വായിച്ചിട്ടൊന്നും പിടികിട്ടില്ല ആദ്യം. പിന്നെ ഇവന്റെ പരിചയത്തിലുള്ള ഒരാളെ കൊണ്ട് വായിപ്പിച്ചപ്പോഴേ ഇതാണെന്ന് മനസ്സിലായത്. കൂട്ടുകാരനല്ല സാർ, കൂടെ വന്നതാണ്. അപ്പൊ ഇതിപ്പോ ഇവരിങ്ങനെ ഡിവോഴ്സ് ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് മനപ്രയാസമൊന്നും ഇല്ല അല്ലേ? മനപ്രയാസം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, എന്നാ ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല സാറേ. എന്താ കാരണം? മനപ്രയാസത്തിന് എന്താ കാരണം? ഒന്നുമില്ല, അവക്ക് സർക്കാർ ജോലിയുള്ള ആളല്ലേ. മാസം ഒരു വരുമാനം കിട്ടണുണ്ട്. അത് കിട്ടും. കിട്ടിക്കൊണ്ടിരിക്കുന്ന കാശിന്റെ കണക്ക് ഞാൻ ചോദിക്കുമ്പോ അത് കുഴപ്പമാണ്. അവളീ കിട്ടണ മുഴുവനും കൊണ്ടുവന്ന് അവളെ വീട്ടിൽ അവളെ അപ്പൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ശരി. ഇവിടെ വീട്ടിലെ ചെലവിനൊന്നും തരില്ലേ? അതാണ് സാറേ. അപ്പൊ ഒരു ഭർത്താവെന്ന നിലയില് നിങ്ങള് പണിക്ക് പോവില്ല എന്നുള്ള കാര്യം അറിയാം, കുറെ കാലമായിട്ട് അറിയാം. പണിയില്ല സാറേ, അതുകൊണ്ടാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവാറില്ലല്ലോ. കാരണം വെള്ളം അടിച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ കിടക്കേണ്ട കാര്യം ഇപ്പൊ അങ്ങനെ പഴയ പോലെ ഒന്നും ഇല്ല സാറേ. ഇല്ല, അപ്പൊ കാശ് കിട്ടുണ്ടാവില്ല, ഇപ്പൊ അവര് തരണ്ടാവില്ല അല്ലേ? ഇല്ല. അപ്പൊ അതെന്തിനാവട്ടെ. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഈ ഡിവോഴ്സ് ചെയ്യണേല് നിങ്ങൾക്ക് വിഷമല്ല? ഡിവോഴ്സ് കിട്ടിയാൽ കൊള്ളാന്നുള്ളത് തന്നെയാണ്. പിന്നെന്താ കൊള്ളാത്തത്? എന്താ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ ഡിവോഴ്സ് ചെയ്തിട്ട് അവര് അധ്വാനിക്കുന്ന പൈസ കൂടി കിട്ടണം അല്ലേ? അതിനുള്ള പദ്ധതി ഉണ്ടാവണം.
അങ്ങനെയല്ല, എന്താണോ വേറൊന്നുമല്ല. മാസം 10,000-3000 രൂപ വീട് വാടക കൊടുക്കണം. കൊടുക്കണം. അത് ശരിയാ. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ അധ്വാനിച്ച കാശ് കൊടുത്താലാണ് ഈ വീട്ടുടമസ്ഥൻ കാശ് വാങ്ങുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ അധ്വാനിച്ച കാശ് കൊടുത്താൽ വീട്ടുടമസ്ഥൻ വാങ്ങൂല കാശ് അല്ലേ? അതല്ല സാറേ, ഞാനും അയാളുമായിട്ടാണല്ലോ കരാറ്. എന്ത് കരാറിടോ? ഒരു കുടുംബം നോക്കേണ്ട ഒരു മനുഷ്യൻ, നല്ല ഒന്നാന്തരം പണിയാറാണ് ആളാണ്, നല്ല പ്ലംബറാണ്. ഒരു പണിക്ക് വിളിച്ചാൽ വരൂല. പണിക്ക് വിളിച്ചാൽ അത് ഒരു പൊതുവെ പറയാനുണ്ട്. നിങ്ങൾക്ക് എന്താ പണി? ഞാൻ പണിക്കോല്ല സാറേ. പണിക്കോല്ല. പണിക്ക് പോയില്ല, കൂട്ടുകാർ പോവും. നിങ്ങൾ പണിക്ക് പോലില്ല. കുറവാണ്. അപ്പൊ നിങ്ങളുടെ കാര്യം എന്നാ പറയും? ഇതിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സ് വേണം. പൈസക്ക് ബുദ്ധിമുട്ടുണ്ടായി. അത് ഞാൻ തരണോ? അല്ല, അങ്ങനെയല്ല. പൈസ കിട്ടാനുള്ള ഒരു വകയും കൂടി ഉണ്ടാക്കണം അവരുടെ ഡിവോഴ്സ് ചെയ്താലും അല്ലേ? അങ്ങനെ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ളതാ. ഇതിപ്പോ ഹിന്ദു മാരേജ് ആക്ട് 24 പ്രകാരം ഒരു നിയമമുണ്ട്. ഈ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്താവിന് ഒരു നിശ്ചിത തുക കൊടുക്കണം എന്നൊരു നിയമമുണ്ട്. സാറേ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട സാറേ, ധൈര്യമായിട്ട് കേസുമായിട്ട് നീങ്ങിക്കോ. കാരണം കൈ കിട്ടുമല്ലോ അല്ലേ? എന്റെ ഭാര്യ ഒന്നും കണ്ട. സാറേ എന്റെ ഭാര്യ വേറെ തന്നെ ഒളിച്ചോടി പോയി ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അപ്പുറം. ഓളെ കഴിയുമ്പോൾ എനിക്ക് സാമ്പത്തിക സഹായം കിട്ടുന്ന വല്ല നിയമം ഉണ്ടാവും സാറേ? എന്നറിയാം. ഇതൊന്നും കഴിയട്ടെ കേട്ടോ. മതി സാറേ. കൂട്ടുകാരനല്ലേ കൂടെ വന്നാണ് അല്ലേ? അതെ, അപ്പൊ ഞാൻ ഈ വഴിക്കൊന്ന് നീങ്ങി നോക്കാം സാറേ. എന്നാ പിന്നെ ഈ വരുന്ന അടുത്ത ദിവസം തന്നെ ഈ കേസ് ഒന്ന് തീർപ്പാക്കിയല്ലേ വേഗം അല്ലേ? അപ്പൊ ഞാൻ കാശും കൂടി വേഗം കിട്ടുമല്ലോ അല്ലേ? കാശിന്റെ ഉണ്ടല്ലോ സാറേ. ഈ കോടതിയിലൊക്കെ കയറി ഇറങ്ങിയ കുടുംബത്തിന് ചീത്തപ്പേരാവും. സാറേ വലിയ തറവാട്ടികളാണ്. തറവാടികളാണ്. അതെ ഭയങ്കര തറവാടികൾ. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തറവാടികൾ രണ്ടാളും ഇപ്പൊ തൽക്കാലം എന്നാ പോയിക്കോ, ഞാനൊക്കെ ഒന്ന് നോക്കട്ടെ. എനിക്കൊരു സംശയം. എന്താണ്? ഇപ്പോ സർക്കാർ ജോലിയുള്ള എന്റെ ഈ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യുമ്പോ എനിക്ക് മാസാമാസം ഒരു തുക കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അത് കോടതി തീരുമാനിക്കണം, എന്നാ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ സർക്കാർ ജോലിയുള്ള വേറൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇതുപോലെ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഈ തുക കിട്ടുമോ? അപ്പൊ എന്റെ ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവേ. എനിക്ക് കിട്ടൂലല്ലേ? ആളെ കൊണ്ട് പോയാ പോയിക്കോ. സാറേ ഇപ്പം പറഞ്ഞ എനിക്കൊന്നും തിരിഞ്ഞിട്ടാ. അത് തിരിയില്ല. നിങ്ങൾ രണ്ടാളും ഏകദേശം ഒരേമാതിരി തന്നെയാണ്. ഇത് നോക്കി കേട്ടാ. സ്പീഡാക്കൂല. സ്പീഡാക്കാം. സാറേ ഇതെന്റെ അച്ഛന്റെ എക്സ്റേ അല്ല. എന്റെ അല്ല, അച്ഛന്റെ അല്ല എല്ല് കണ്ടാ മനസ്സിലാവും. അല്ല എല്ല് കണ്ട എങ്ങനെയാണ് മനസ്സിലാവും? എല്ലാവരും എല്ലാം ഒരേപോലെ അല്ലേ? അല്ലല്ല, എന്റെ അച്ഛന് 4 വിരലേ ഉള്ളൂ, ഇത് 5 വിരലുണ്ട്. ഇതാരോ എക്സ്റേ എടുത്തിട്ട് നമുക്ക് ഇത് നമ്മൾ തോന്നല്ല, തെറ്റിപ്പോയി. 4 വിരലേ ഉള്ളോ? 4 വിരലേ അച്ഛനില്ലു. എന്താ അച്ഛന്റെ പേര്? അച്ഛൻ സുമേഷ്. സോറി കേട്ടോ, അത് രാജേഷ് പേര് മാറിയതാ. ഒരു മിനിറ്റ്. കണ്ടത്തെ കേൾക്കുമ്പോ ഒരു വിരലങ്ങോട്ട് പോയി. 4 ഇല്ലു, നമുക്കറിയാം. ഏതോ ഇത് എടുത്ത് തന്നിരിപ്പം നോക്കിയിട്ടെങ്കിലോ. ഒന്നുമോനെ നീ നോക്കണം കേട്ടോ. ഞാൻ നോക്കും. അച്ഛൻ്റെ എല്ലാണ്. ആണോ? അതെ, ഒരു അബദ്ധം പറ്റിയത് പുറത്തൊന്നും പറയണ്ട. ഈ തിരക്ക് കാരണം ഇങ്ങനെ ഇത് ഇതാ. അല്ല, അത് നോക്കാനൊന്നുമില്ല, അത് കറക്റ്റാ. ഇതാരതാണ്? സുമേഷ്, എന്റെ അച്ഛന്റെ. അതെ. ഇത് മാറിപ്പോയിട്ടുണ്ട്. ഇല്ല, അത് മാറാൻ വഴി. ഏത് കാലം എടുത്തിനി? വലത്തെ കാലല്ലേ? വലത്തെ കാലല്ലേ? അതെ. തന്നത് എടുത്തേ കാല്. എടുത്തേ കാലം. എന്ത് പരിപാടിയാണിത്? ഉണ്ടാക്കില്ല, നോക്കട്ടെ. ആരോ കാലിന് മാറി. വേണ്ട. അതെ, ഒരബദ്ധം പറ്റും എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് നെഞ്ഞത്ത് കയറില്ലേ? ഇല്ല, അല്ല പറഞ്ഞു. ഇത് തിരിച്ചു പിടിച്ചു നോക്കണോ? ഇപ്പൊ ഏത് കാല? വേണ്ട, ഇങ്ങനെ പിടിച്ച വലത്തെ കാല്, ഇങ്ങോട്ട് തിരിച്ചു പിടിച്ച ഇടത്തെ കാല്. ഇത് ഇങ്ങനെയാ പിടിക്കണ്ടേ? ശരി. അപ്പൊ ഇടത്തേക്കാലിനെ അബദ്ധം പറ്റിയാലും തിരിച്ചു പിടിച്ചിട്ട് മാറ്റിയാലും ഇതാവുക. ഒന്ന് കൊണ്ടുപോകുന്നു. ശരി തന്നെ അച്ഛാ. ഓനെ വീട്ടിൽ ചെന്നാ മാറരുത്. ഇല്ല, എനക്ക് മാറിപ്പോയാ. വീട്ടിൽ ചെന്ന് മാറിയാലും കുഴപ്പമില്ല, ഡോക്ടറെ കാണിക്കുമ്പോ മാറാഞ്ഞാൽ മതി. അവിടെ അതേപോലെ അല്ല, ബുദ്ധിയുള്ളവരായിരിക്കും. ചെല്ല്. നിലത്ത് കുത്തല്ല. ഹലോ. ഹലോ സാർ. ഉവ്വ് കൊടുത്തിട്ടുണ്ട് സാർ.
ആ വന്നുകൊണ്ടിരിക്കുന്നു. ആ കഴിയുന്നത് നേരത്തെ എത്തിക്കാം സാർ. നാളെയോ? ആ നാളെ എത്തിക്കാം. ആ ഓക്കെ സാർ. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. വരണം. ഇരിക്കണം. എന്താ ഈ കാര്യങ്ങളൊക്കെ? 4000 പേർക്കുള്ള സദ്യ ഒരുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രഥമൻ 5 ഇനം, അതും എൻ്റെ ഒരു നിർബന്ധമാണേ. പിന്നെ ഒരു കാറ് തരാമെന്ന് പറഞ്ഞു സാർ. അതിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ. എന്തിന്റെ കാര്യമാണ് സാറ് പറഞ്ഞു വരുന്നത്? എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ കാര്യം സാറിന് ഞാൻ ലെറ്റർ തന്നിരുന്നു. ഞാൻ നിങ്ങളുടെ മോന്റെ കല്യാണത്തിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ ഓഫീസിന്റെ കാര്യങ്ങൾ എവിടം വരെയായി അത് പറ. നിങ്ങൾ സർവേ നടക്കുന്നുണ്ട് സാർ, റിപ്പോർട്ടായിട്ടില്ല. നിങ്ങൾ സർവേ നടത്തിക്കൊണ്ടിരുന്നാൽ മതിയോ? മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിയോട് വിളിയാണ്. ഇതാ ഫോൺ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഞാനിവിടെ മുള്ളിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഞാൻ എന്ത് സമാധാനം പറയണം? കൊടുക്കാം സാർ. എന്ത് കൊടുക്കണ്? റിപ്പോർട്ട്. എടോ, നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഓരോ ജില്ലയിലും H1N1 പനി വന്നവരത്ര, ഡെങ്കിപ്പനി വന്നവരത്ര, തക്കാളിപ്പനി വന്നവരത്ര എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ മറുപടി പറയണമെങ്കിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ മന്ത്രി അവിടെ നിന്ന് വയറക്കും. ചിലപ്പോൾ ബോധം കെട്ട് വീണ് മരിച്ചെന്നും വരും. പിറ്റേ ദിവസം പത്രക്കാർ എഴുതില്ലേ പത്രത്തിൽ, പനി വന്ന് മന്ത്രി മരിച്ചു. അങ്ങനെ വേണോ സാർ? നമ്മുടെ ഹെൽത്ത് വർക്കർമാരും ആശാ വർക്കർമാരും എല്ലായിടത്തും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. റിപ്പോർട്ട് കൊടുക്കണം. അതിന് എത്ര സമയം വേണം അത് പറ. അത് പിന്നെ എനിക്കൊരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ്, 1 മണിക്കൂർ. 1 മണിക്കൂറിനകം എനിക്ക് റിപ്പോർട്ട് കിട്ടണം. സാർ 10 ദിവസം വേണം. 10 ദിവസം? താൻ എന്താണ് ഈ പറയുന്നത് മന്മഥൻ? നാളെ റിപ്പോർട്ട് കൊടുക്കാമെന്ന് ഞാൻ മന്ത്രിക്ക് വാക്ക് കൊടുത്തു പോയി. ഇപ്പം സാർ എന്തിനാണ് ആവശ്യമില്ലാതെ മന്ത്രിക്ക് വാക്ക് കൊടുക്കാൻ പോയെ? പനി വന്നിട്ടുള്ള ആളുകളുടെ മുഴുവൻ റിപ്പോർട്ട് എനിക്ക് ഇന്ന് കിട്ടണം. സാർ അതിൻ്റെ ഒരു കൃത്യമായ കണക്ക് എടുക്കണമെങ്കിൽ 10 ദിവസം വേണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എന്നാ ഒരു ഊഹക്കണക്കെങ്കിലും എടുത്തോണ്ട് പാടോ. ഊഹക്കണക്ക് മതിയോ സാർ? അത് ഞാൻ എടുത്തു തരാം. ഇല്ലെങ്കിൽ മോളും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്ത് കാണിക്കണ്ടേ? അല്ലാണ്ട് വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് കൊതുകിനെ കൊല്ലണം, പരിസരം വൃത്തിയാക്കണം, ചിരട്ട കമുത്തണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പനി വരാതിരിക്കില്ല. കൊതുക് കടിക്കും, പനി വരും, ആളുകൾ ചാവും. മരിച്ച ആളുകളുടെ ലിസ്റ്റും വേണം. അത് ഡെത്ത് രജിസ്റ്ററിൽ നിന്ന് എടുക്കാം. അത് പോരാ. സ്പെഷ്യൽ പനി വന്ന് മരിച്ച ആളുകളുടെ ലിസ്റ്റ് മാത്രം മതി. ഇങ്ങനെയുള്ള ആളുകൾക്ക് സർക്കാർ ചിലപ്പോൾ ആനുകൂല്യങ്ങൾ കൊടുത്തെന്ന് വരും. ഇങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്നറിയുമ്പോൾ ആത്മഹത്യ ചെയ്തവൻ്റെ ബന്ധുക്കളും ഹാർട്ട് അറ്റാക്ക് വരുന്നു മരിച്ചവൻ്റെ ബന്ധുക്കളും എല്ലാം കൂടെ വരും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി. ഡെങ്കിപ്പനി വന്ന് മരിച്ചതാണെന്ന് പറഞ്ഞ് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വേണമെന്ന് തന്നോട് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് വല്ലതും മണ്ടക്കകത്ത് കയറുന്നുണ്ടോ? എന്ത് എന്നിട്ട് റിപ്പോർട്ട് എവിടെ? അല്ല സാർ, നമുക്കത് ലാബിൽ നിന്ന് റിപ്പോർട്ട് എടുക്കാമല്ലോ. ലാബിൽ നിന്ന് എടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പറ്റില്ല സാർ. എന്ത് പറ്റില്ലാന്നോ? എന്റെ മുഖത്ത് നോക്കിയാൽ പറ്റില്ല എന്ന് പറയാൻ തനിക്ക് എന്താ അധികാരം? ഞാൻ ആരാണ് സാർ? ഞാൻ ആരാണ്? ഞാൻ മെഡിക്കൽ സൂപ്രണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ആ പറ്റില്ല അല്ല സാർ, പറ്റില്ല. നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ഇല്ലല്ലോ ഇവിടെ. അത് ഉള്ളത് തന്നെ നമ്മുടെ സ്ഥിരം നിയമനക്കാരനല്ലല്ലോ, താൽക്കാലിക ജീവനക്കാരനല്ലേ. അയാൾക്ക് സ്വന്തമായിട്ടൊരു ലാബുണ്ട്. അപ്പോൾ അയാൾ ഫുൾ ടൈം അവിടെയാണ്. അയാളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ സാറിനോടൊരു 10 ദിവസം വേണമെന്ന് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ തന്നോട് പറയാം. നാളെ രാവിലെ ഞാനും താനും തമ്മിൽ കണ്ടിരിക്കും. ആ സമയത്ത് എനിക്ക് റിപ്പോർട്ട് ഇവിടെ വേണം. ഇല്ലെങ്കിൽ തൻ്റെ മോൻ്റെ കല്യാണം 1 വർഷം കഴിഞ്ഞേ നടക്കും. അതെന്താണ് സാർ? അച്ഛൻ്റെ ആണ്ട് കഴിഞ്ഞേ മകൻ്റെ കല്യാണം നടത്താവൂ എന്ന് മൊത്തത്തിലൊരു വിശ്വാസമുണ്ട്. നീ ഒറ്റ വ്യക്തിയാണ് ഇത്ര വൈപ്പിച്ചിനി. ഇത് ഇത്ര വൈകില്ലേ? ഇനി അവിടെ പാർട്ടി തുടങ്ങാനായില്ലേ? സാധനം കൊണ്ട് കൊടുക്കണ്ടേ? എന്തെന്ന് പറയുന്ന കുറച്ച് കാര്യമില്ല. കാരണം ഇത് വൈകുന്നേരം സമയം കൃത്യം കൊടുത്തിട്ടേക്ക് പിന്നെ പൈസ കിട്ടൂല. പൈസക്ക് വേണ്ടി വയ്യന്നെ നടക്കണം. പൈസ ഇല്ലാണ്ട് നമ്മളല്ല. നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ. എവിടെ പോണത് നിങ്ങള്? കല്യാണത്തിൽ. ഒരാൾ വീട്ടിലേക്ക്, ഒരാൾ കല്യാണത്തിനോ? വീട് എവിടെ? നിങ്ങളുടെ എവിടെ? രണ്ടാൾക്ക് 2 വീടുണ്ടോ? ഇവിടെ തന്നെ.
ഭാര്യ ഭർത്താവാണോ നിങ്ങള്? ആ. ആണോ? അതെ. പിന്നെ ഈ വീട് ഇത്ര സംശയം എന്താ? അത് ആ വഴിയും പോവാം ഈ വഴിയും പോവാം. ഇതെന്താ ഈ വണ്ടിയുടെ പുറകിൽ വെച്ചിട്ടുള്ള എന്താ? വെള്ളം പെട്രോളും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിരിക്കണം അല്ലേ? വെള്ളം. വെറുതെ വേഷം കെട്ട് കളിക്കാതെ മര്യാദക്ക് സാറേ സത്യം ഞങ്ങൾക്ക് വീട്ടിലവിടെ വെള്ളമില്ല, അപ്പൊ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ ഇവിടെ. അതെ സാറേ. സാധനം നോക്കിയാ പരിചയ എന്താ സാധനം നോക്കിയാ? നീ കല്യാണത്തിന് ഇങ്ങോട്ട് വാ. നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞാൽ സാറേ അത് മറ്റേ പൂജ പൈരമൂത്രല്ലേ? പൈരമൂത്രം. അത് എടുത്തോണ്ടത്. ചെപ്പങ്ങട് തിരിഞ്ഞു പോട്ടാ. സാറേ ഇത് മറ്റവനാണ് കൊട്ടോടി. എവിടെ കൊണ്ടുപോകണം നിങ്ങള്? ഈ കല്യാണ വീട്ടിൽ ഈ വക സാധനങ്ങൾ സപ്ലൈ അല്ലേ നിന്റെ പണി? അയ്യോ ഇല്ല അല്ലേ? സാറേ. ഒന്നുമില്ല സാർ. ഒന്നുമില്ല സാറേ. ആരെന്താ നോക്ക് പരിചയം നോക്ക്. ഇല്ല സാറേ. സാറേ അത് നോക്ക്. സാറേ ആണല്ലോ അല്ലെ? മറ്റേതാണ് കഞ്ചാവാണ്. പട്ടിയ ഈ വക സാധനങ്ങൾ സപ്ലൈ അല്ല. ഇല്ല സാറേ. നീ ഭാര്യ തന്നെ വേണേ? ആണോ? ഇതാണ് പണി നിന്റെയൊക്കെ? കയറി വണ്ടി കയറി. വണ്ടി ഉലകേ മായം വാഴ്വേ മായം നിലയേതു നാം കാണു സുഖമേ മായം. എന്തായി കാരണം ഇങ്ങനെ വിട്ടാ പോരാ, ഇതൊന്നും എടുക്കണം. വലിയ ഷീറ്റ് ഉണ്ടാവില്ല അതില്. ഞാൻ എടുത്തില്ല ഇല്ല, വിട്ടോളൂ. സത്യ ഈ മുറുക്കൊന്നും പറ്റില്ല. നീ കുറച്ച് മീൻചാറ് എടുത്താ. മീൻചാറ് എടുക്കാൻ ഞാൻ എങ്ങനെ ഓട് വിളിച്ചിട്ടാണോ അത്? നിന്നോട് ഞാൻ വന്നപ്പോഴെന്താ പറഞ്ഞത്? മണ്ട് പുറത്ത് പോയതാണ്, അവള് വാതിൽ കൂട്ടിയിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞില്ലേ? അണക്കെന്ത് പണിയില്ലെന്ന് അറിയില്ല, പിന്നെ അവളിത് പൂട്ടി പോണ്ട ആവശ്യം എന്താ? ജടാ, അവള് ബിവറേജ് വരുന്നതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി നാട്ടില് പെണ്ണുങ്ങളെ കൂട്ടാൻ പോയതാണ്. ഇനിയിപ്പോ പെണ്ണുങ്ങൾ സമരം ചെയ്ത് കഴിഞ്ഞാണല്ലോ ബിവറേജ് ഒക്കെ അങ്ങോട്ട് ഒലിച്ചു പോവും. നീ എന്ത് കൂളായിട്ട് പറഞ്ഞ? അണക്ക് അവളോട് പോണ്ട പറഞ്ഞൂടെ? നടക്കില്ല. അതിന് പ്രതിഷേധം എന്നുള്ള നിലക്കാണ് നിന്നോട് ഞാൻ രാവിലെ സാധനമായിട്ട് വരാൻ പറഞ്ഞത്. ഈ രാവിലെ സാധനമായിട്ട് വരാൻ പറഞ്ഞ കിട്ടുവോ? എന്താട്ടത്? 9:30 മണിയല്ലേ വിവറേജ് തുറക്കാൻ? പണ്ടാണെങ്കിൽ 9 മണിക്ക് പോയാൽ കുളപ്പുള്ളി വിവറേജ് കിട്ടിയിരുന്നു. ഇപ്പൊ അത് പൂട്ടിയില്ലേ? ഇതൊന്ന് കുളപ്പുള്ളി എന്ന് നോക്ക്, അവിടെ ഹർത്താല് പോലെ. കൊപ്പത്ത് ബിവറേജും പൂട്ടിടാ. കൊപ്പത്തെ ബിവറേജ് പൂട്ടിയോട് കൂടി എത്ര ആൾക്കാരാ പട്ടിണിയായത്? എന്നോട് വാക്ക് പറഞ്ഞില്ലെച്ചിട്ട് ഞാൻ നേരെ ചെറുപ്പുളശ്ശേരിക്കാ വിട്ടു. ക്യൂ കണ്ടു കഴിഞ്ഞാണല്ലോ രാത്രി 9 മണിയല്ല, അവിടുന്ന് വരാൻ പറ്റില്ല. എത്ര ക്യൂ? പിന്നെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടുന്ന് വെച്ചടിച്ചു പത്തിരിപ്പാലക്ക്. പത്തിരി ഇറച്ചി മതി, കോഴി ഇറച്ചി. പത്തിരി അല്ല, പത്തിരിപ്പാല. പത്തിരിപ്പാലല്ലേ? പത്തിരിപ്പലകല്ല, പത്തിരിപ്പാല ബിവറേജ്. അവിടെ ചെന്നപ്പോ ഇതിലും പരാതിരക്ക്. പക്ഷെ അവിടെ ഒരു ഗുണമുണ്ട് കേട്ടോ. അവിടെ ഒരു 5-8 പേരെ വാങ്ങി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരാൾക്കൊരു 100-150 കൊടുത്താൽ നമുക്ക് അപ്പൊ വാങ്ങിത്തരും. സത്യത്തിന് സർക്കാർ ചെയ്യണുണ്ടല്ലോ. ഒരു രാജ്യത്ത് ജനങ്ങളെ മുഴുവനെ പണിയില്ലാത്ത ആൾക്കാരാക്കി മാറ്റുക. ചാവിറങ്ങിയിരിക്കുക പട എങ്ങോട്ട. അതെ, സർക്കാർ ചെയ്തത് എന്തറിയോ? ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവനെ ഒരു പണിക്കും വിടാതെ നിഷ്ക്രിയരാക്കി. നമ്മൾ എന്നൊരു 2 അടിച്ച് കടന്നുറങ്ങുന്ന കുടിയന്മാർക്ക് രാവിലെ 8 മണിക്ക് പോയാൽ രാത്രി 6 മണി കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു സാധനം കിട്ടുള്ളൂ. അധിക പൈസയും കൊടുക്കണം. ഇങ്ങനെ സാധാരണ ജനങ്ങളെ നശിപ്പിക്കുന്ന ഒരു സർക്കാരിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതമൊരു ഗാനം, അതിമോഹനം മധുപാനം. സുന്ദരാഗിമാരെ നിങ്ങൾക്കെന്തിനാണ് ഗാനം? സുമേഷ് ചേട്ടനെ കുറച്ച് ഓവറായി, ഒരാളുടെ ആവശ്യമുണ്ട്. ബാബാ വന്നിരിക്കും. വന്ന് ഇപ്പം പെരയും ബാറാക്കിയോ? അതിനെവിടെ ബാറും ബീവറേജ് ഒക്കെ സർക്കാർ പൂട്ടിയില്ലേ? കൂട്ടിയ സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കാം. മനുഷ്യൻ ഭ്രാന്ത. നിങ്ങളാണ് ഇവരെ മുഴുവൻ പടക്കാക്കണത് കേട്ടോ. അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ പെരയിലെ ഗ്രഹനാഥന്മാരെ, നിങ്ങൾക്ക് പെര നോക്കണ്ടോ? എടാ, ഇത് എന്റെ വീട്, എന്റെ പൈസ, എന്റെ മദ്യം, എന്റെ സുഹൃത്തുക്കള്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യും, ഇഷ്ടമുള്ളത് ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരാന്നോ? സത്യം ഞാൻ എന്റെ അയൽവാസിയല്ലേ മൊയ്തു. നീ എന്തിന് ഇവിടെ വന്നു? ഞാന് മണ്ടു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നോട്. ആര്? മണ്ടു, എന്റെ പെണ്ണുകള്. എന്തിന്?
ഒക്കെന്നോട് എന്തോന്ന് പറയാണ്ടെന്ന് അറിഞ്ഞ് സത്യ ആണുങ്ങളില്ലേ നമ്മൾ സാധാരണ സംസാരിക്കാറ്. ആണുങ്ങളില്ലാത്ത സമയത്ത് ഈ പെണ്ണുങ്ങളുള്ളപ്പോ എന്തിനാ കയറി വന്ന് വേണ്ടാത്ത വർത്താനം പറയും. നമ്മള് മാന്യനായിട്ട് ജീവിക്കുന്ന ഒരാളാ ഞാൻ. മാന്യനായി ജീവിക്കുന്ന ഒരാളെന്തിനാണ് ഞങ്ങൾ കള്ളു കുടിക്കണടുത്ത് വരേണ്ട ആവശ്യം? അത് ഇതന്നെ ഞാൻ പറഞ്ഞത്. എങ്ങനെ കണ്ടോ ഓന്റെ മോന്തായി നോക്ക്, എങ്ങനെയെങ്കിൽ ഈ സാധനം കുടിക്കണത്. ഇത് കുടിച്ചിട്ട് ഇങ്ങനെ ഇളിച്ചേട്ടണം എന്തിനാ ഇതൊരു സാധനം തൊട്ട് നക്കൾ ഇത്ര ബുദ്ധിമുട്ട് ഇത് കുടിക്കണോ? സത്യ ആ വിഷമം എന്താവുന്ന അവനെ അറിയിക്കണം. അവനോട് വിളിച്ച ആരെ വിളിക്കണേ? ഇത് കഴിച്ചോക്ക്. ഞമ്മളോ മുണ്ടില്ലാതെ നീ ഇവിടുന്ന് പോണോ? അതോ തുള്ളി കുടിച്ചിട്ട് പോണോ? അല്ല നമുക്ക് അറിയാൻ സത്യം. അല്ല വിഷമിക്കാതെ മണ്ടു തന്നെ കണ്ട മണ്ടു. നിങ്ങൾ എന്തിനാ കാണിച്ചോണ്ടിരിക്കണേ? നിങ്ങൾ ഇവരെ കൂടെ കൂടിയോ? പഠിച്ചോനാണ് നമ്മള് കഴിച്ചില്ല മോളെ, നമ്മൾ ഇവര് കഴിപ്പിക്കാൻ നോക്കിയാണ്. നിങ്ങളോട് ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നീ എന്തിനു വരോട് വരാൻ പറഞ്ഞത്? അതെ, ബിവറേജിനെതിരെയുള്ള സമരത്തിന് എന്റെ കൂടെ നിൽക്കണോന്ന് പറയാൻ. അത് പറയാനാ? നിങ്ങൾ എന്ത് വൃത്തിയുടെ ഈ ഉമ്മർത്ത് കാണിച്ചോണ്ടിരിക്കണേ? അവൻ കള്ളുടിക്കാണ്. കള്ളുടിക്കണം. ആരാ കള്ളുടിക്കണെന്നൊക്കെ കണ്ടാ എനിക്ക് മനസ്സിലാവും. എണീറ്റേ, എല്ലാരും എണീറ്റേ ഇവിടുന്ന്. അല്ല സത്യശീലെങ്കിലും വരാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നടക്കോ? അല്ല അതല്ല സത്യശീല എണീറ്റ് പോവാൻ ഇവിടുന്ന്. പോവാലോ? വീടിന്റെ ഉമ്മർത്ത് എന്ത് വൃത്തിയുടെ ആവാന്നാണോ? എണീറ്റ് പോവാൻ. അണക്കുള്ളത് തരാട്ടാ. ഓള് പറഞ്ഞ കേട്ടില്ലേ? അപ്പഴും പറഞ്ഞ കുടുംബത്തിരുന്ന് കഴിക്കാൻ. കുടുംബത്തിലൊന്ന് കഴിക്കാനായിട്ട് നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചോണ്ടാന്ന്? അതാ കമ്മ ഇതുകൊണ്ടാ പോയതൊക്കെ ഞാൻ വീട് പൂട്ടിട്ടിട്ട് പോയത്. അല്ല മണ്ടു എന്നോട് എന്തിരിക്കും വരാൻ പറഞ്ഞു? അതെ, ഒപ്പ് ശേഖരണമൊക്കെ കഴിഞ്ഞു. നാളെ എക്സൈസ് കമ്മീഷണറെ കാണണം. മൊയ്തൊക്കെ എന്റെ കൂടെ ഒന്ന് വരണം. നമ്മൾ വരൂ. അല്ല ഇവരുടെ അഹങ്കാരമൊക്കെ ഒന്ന് തീർത്തു കൊടുക്കണമല്ലോ. ജോൻ എടുത്ത് എങ്ങനെ അകത്തേക്ക് അടുത്ത് സുബർ അവിടെ കിടക്കട്ടെ. അത് തന്നെ നല്ലത്. പുറത്ത് കിടന്നാ മതി. ഇനി വീടിന്റെ അകത്തേക്ക് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വല്ല ബോധം ഉണ്ടോ? ഒരു ബോധം ഇല്ല. അങ്ങോട്ട് കണ്ണങ്ങടെ അടച്ച അപ്പൊ കുട്ടിശങ്കര കണ്ണിൽ തല്ലി. നമ്മുടെ അമ്പലപ്പുഴ കുട്ടിശങ്കരൻ, അമ്പലപ്പുഴ അവനൊരു 7 കൊല്ലം മുമ്പ് ചരിഞ്ഞില്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? എന്നും സ്വപ്നം കാണും, എപ്പോഴും സ്വപ്നം കാണും. ശീതളേട്ടാ, ഇന്നലെ നമ്മുടെ പൂരപ്പറമ്പിലേ മണിക്കേരി രാജൻ വന്നിരുന്നു. എന്താ അവന്റെ ഒരു തലയെടുപ്പെന്നറിയോ? നീ പോയില്ലേ? പോയില്ലേന്നാ. ഇന്ന് പുലർച്ചെ അവനെ ലോറി കയറ്റി വിട്ടേ പിന്നെയാണ് ഞാൻ പൂരപ്പറമ്പിൽ നിന്ന് പോന്നത്. ശീതളേട്ടാ, ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞതേ, നമ്മുടെ മംഗലത്തെ മണിക്കൂട്ടന്റെ പാപ്പാൻ സ്ഥാനത്ത് നിന്ന് ശീതളേട്ടനെ പറഞ്ഞു വിട്ടുന്നു. പറഞ്ഞു വിട്ടോന്നല്ലടാ, ഞാൻ ഇറങ്ങി പോന്നല്ലേ. പക്ഷെ പാപ്പാൻ പറഞ്ഞത് പറഞ്ഞു വിട്ടു. ഞാൻ ഇറങ്ങി പോന്നാണ്. അയാളായിട്ട് നമ്മൾ ഒത്തൂലേ? എന്തൊരു അഭിമാന പറയാനായിട്ട്. ഉള്ള പണിയും കളഞ്ഞിട്ട് ചൊറിയും കുത്തി വന്നിരിക്കുക. എന്നാ കുടിക്ക്, അതിനൊരു കുറവും വരുത്തണ്ട. ഞാൻ കുടിച്ചാ എന്നാ കുടിക്കണ്ട. ഇല്ല തന്നിട്ട് എന്തൊട്ട് ചായ ഉണ്ടാക്കി തരി പഞ്ചസാര ഇട്ടില്ല. അതിന് പഞ്ചസാര വേണ്ടേ? പഞ്ചസാര പാത്രം കഴുകി വെച്ചിട്ടുണ്ട് രണ്ടിലും. പഞ്ചസാര ഇല്ലെങ്കിൽ പോയി മേടിക്കണം. അതെ, എന്റെ ഭർത്താവ് പലചരക്ക് എല്ലാം നടത്തുന്നത് ആനേനെയാ. ആനപ്പിണ്ട് അങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര തരൂല അയാള്. അതിന് പൈസ കൊടുക്കണം. ചേച്ചി ആനപ്പാപ്പാന്ന് പറഞ്ഞ ചില്ലറ കാര്യം. നീ ചായ കുടിച്ചിട്ട് വേഗം പോവാൻ നോക്കിക്കേ. പോ. ആരോടാ വർത്താനം പറയണത്? ഒരു വാലും മൂടറിയാത്ത ടീമാണ്. 4 ദിവസമായിട്ടില്ലേ ഞാൻ അവിടെ ഇരുന്നിട്ട്? അപ്പോഴത്തേക്കും ചായ പഞ്ചസാര ഇല്ലേ? നീ എന്തറിഞ്ഞിട്ടാ പരിചാതായി പറയണത്? ഈ മനുഷ്യനെ ആ മുതലാളിയുടെ തല്ലും പിടിച്ച് ഈ കുടുംബത്ത് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഈ വീട്ടിൽ ഉപ്പുണ്ടോ, മുളകുണ്ടോ, പഞ്ചസാര ഉണ്ടോ? എന്നാ വല്ല പണിക്ക് പോകാൻ അതും കേൾക്കൂല. നീയൊന്ന് ആലോചിച്ച് നോക്കിടാ. 10-25 വർഷമായിട്ട് ആനപ്പാപ്പാനായിട്ട് നടന്ന എന്നോട് വേറെ പണിക്ക് പോകാൻ. പണിക്ക് പോണ ഞാൻ. അല്ല ഇപ്പൊ എന്താണ് പ്രശ്നം ഉണ്ടായത് മുതലാളിയായിട്ട്? അയാളൊരു കണ്ണിച്ചോരില്ലാത്ത മനുഷ്യനാടാ. കണ്ണിച്ചോരില്ല അയാൾക്ക്. ഞാൻ പറഞ്ഞ എന്റെ മോന് സുഖമില്ല, തീരെ സുഖം. കാരണം എന്റെ കണ്ണിന്ന് വെള്ളം പറഞ്ഞ സഹിക്കല്ല എനിക്ക്. അത് ചേട്ടൻ ഇപ്പൊ 2 ദിവസം ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാ പോരെ? നീ ഇത് ആരുടെ കാര്യാന്നോർത്തി പറയണേ? അല്ല ഇവിടെ മോന്റെ കാര്യമല്ലേ പറഞ്ഞത്? അയ്യോ, അതിലും വലിയ ഭ്രാന്തനാണല്ലോ. മോന്റെ കാര്യം ചിന്തിക്കുന്ന ഒരു തന്താനയുടെ കാര്യമാണ് ഈ പറയണേ. ആനയുടെ കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് എടാ അവനിപ്പോ നീരുകാലാണ്, റെസ്റ്റ് വേണ്ട സമയമാണ് അറിയാലോ. പിന്നെ ഈ പൊരി വെയിലത്ത് ഈ ഓരോ കാര്യത്തിന് ഇയാള് വല്ല കമ്മിറ്റിക്കാരും അഡ്വാൻസ് ആയിട്ട് അവിടുന്ന് വരണ കണ്ട പടിക്കലിക്ക് ഓടി ചെല്ലും ഇയാള്. എന്നിട്ട് മേടിച്ചെടുത്തു. എന്നിട്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ഈ ലോറിയിൽ എത്ര ദൂരം യാത്ര ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഈ പൊള്ളയും ടാർട്ട റോട്ടിൽ കൂടെ നടത്തും. അതും കഴിഞ്ഞിട്ട് ഈ രാത്രി ഒറ്റ നിപ്പാണത്.
മനസ്സിലാവണ്ട? ഇതിനൊക്കെ ഇവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? തീറ്റല്ല, വെള്ളമില്ല, ഒരു ഭക്ഷണമില്ല, ഒരു ജാതി സാധനമില്ല. ഒരു 2 ദിവസം റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞ സമയല്ലേ അത്? ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഇയാൾ എന്നോട് പറയാ, തന്റെ ആനൊന്നല്ല, ആന എന്റെ അല്ലേ, താൻ പണിക്കാരല്ലേ, താൻ തന്റെ കാര്യം നോക്കിയാൽ മതി. എന്താ അയാള് പറഞ്ഞാല് തെറ്റ്? അയാളുടെ ആനയല്ലേ? ചേപ്പ ഞാൻ അടിച്ചു പിടിക്കട്ടാ, വർത്താനം പറയാന്നുണ്ട്. ഈ വെള്ളമൊക്കെ ഇവിടെ എന്റെ ഭാര്യ ഉണ്ടല്ലോ, ഇതൊക്കെ ആ സത്യശീലൻ മുതലാളുണ്ടോ, അയാളുടെ ഭാര്യ ഉണ്ടത്. കണ്ണിച്ചോലടാ. എന്നിട്ട് പിന്നെ എന്തിനാണ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ? ആര് വിളിച്ചിറക്കിക്കൊണ്ടു നിന്നെ? 4 ദിവസം പത്തോട്ടമ്മതാണ് കൂടെ ഇറങ്ങി പോകുന്നു. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ വേണം. എന്നോട് ചായ കുടിച്ചിട്ട് സ്ഥലം വിടാൻ പറഞ്ഞ ഞാൻ. ചേച്ചി, ചേട്ടൻ പറയണേലും കാര്യമുണ്ട്. ആനകൾക്ക് ഈ സമയത്ത് നല്ല റെസ്റ്റ് വേണം. ഇനിയിപ്പോ എന്താ കുഴപ്പം? ദേ ഇപ്പൊ ഫുള്ള് റെസ്റ്റായി. ആണുങ്ങൾ ഇപ്പൊ ആനേനെ കൊണ്ട് പണി എടുപ്പിക്കണുണ്ട്. പൊട്ടൻ. എന്റെ സ്ഥിതി മനസ്സിലായ നിനക്ക്? ആനകളുടെ പ്രയാസമൊന്നും പറഞ്ഞ് ഇവർക്കൊന്നും മനസ്സിലാവൂല ശീതളേട്ടാ. നിങ്ങൾക്ക് ആനയുടെ പ്രയാസം മാത്രമല്ല, കുടുംബക്കാരുടെ പ്രയാസം അറിയില്ലേ? ഒരു ജാതി സാധനം. നമ്മുടെ മണിക്കുട്ടന്റെ പാപ്പാനായിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് ആ സൂതൻ പാപ്പാനാ. ഞാൻ അറിഞ്ഞ്. ഫുൾ ടൈം വെള്ളമാണ് അയാൾ അതിനെ കൊല്ലും. എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ ഉടനെ കണ്ടെത്തിയില്ലെങ്കിൽ അതിന്റെ പണിക്കുറ്റം തീരൂട്ടാ. നമുക്കൊരു പണി ചെയ്താലേ ശീതളേട്ടാ? നമ്മുടെ മറ്റേ ആന സംരക്ഷണ സമിതിയുടെ നേതാവില്ലേ, നമ്മുടെ മാതങ്ക മൊയ്തു, അയാളെ പോയി കണ്ടിട്ട് നമുക്ക് വിവരം പറയാം. അയാൾ വിചാരിച്ചെന്തെങ്കിലും നടക്കുമോ? അയാള് വിചാരിച്ച നമ്മുടെ മണിക്കൂട്ടന് സംരക്ഷണവും കിട്ടും, ചേട്ടനെ ചിലപ്പോ ജോലിയിലേക്ക് തിരിച്ചു കൊടുക്കും. എന്റെ പണിയുടെ കാര്യം എന്തിലാവട്ടെ, എന്റെ കാര്യം ഒന്നും നേരെ ചൊവ്വാൻ എനിക്ക് അത്രമാത്രം എന്റെ കുട്ടിയെ കഷ്ടപ്പെട്ടു. അതിനെ കഷ്ടപ്പെടുത്താൻ മതി. ചേട്ടൻ പ്രയാസപ്പെടല്ലേ, ചേട്ടൻ ഷർട്ട് ഇട്, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. 5-10 കൊല്ലായി ഞാൻ അതിന്റെ കൂടെ. മനസ്സിലുണ്ടോ? ഇവർക്ക് കണ്ട് ഇറക്കി പറഞ്ഞു വിട്ടാന്നില്ല. അയാൾ വിചാരം ഞാൻ ഈ കാശിന് വേണ്ടി ഇങ്ങനെ അയാളുടെ കാലിന്റെ ചോട്ടിൽ എടുക്കുന്ന. ഞാൻ ഇതിനോടുള്ള സ്നേഹം കൊണ്ട് എത്ര നാളെ ഞാൻ പിടിച്ചത്. എന്റെ ശീതളയുടെ ഈ കൊമ്പമേശം കരയല്ലേ, ചേട്ടൻ ഷർട്ട് എടുക്ക്. ആ ഷർട്ട് കൊടുത്തേ. വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ടിട്ട് പോ. കണ്ട മണിക്കുട്ടിനെ മേക്ക് എത്ര ബുദ്ധിമുട്ടില്ലേ? എന്താണ് വല്ലതും നടക്കുവോ? ഏടെ നടക്കല്, 10 പൈസയില്ല. എന്താ വൈകുന്നേരം നോക്കണ്ടേ? എടാ നിന്റെ കയ്യിൽ എന്നാണ് പൈസ ഉണ്ടായിട്ടുള്ള? എന്റെ മുടി മുറിക്കാൻ പൈസയില്ലേടാ. എടാ എന്തായാലും പണിക്ക് പോക്കൂടെ? എനക്ക് മേലും കൈ മേലെടുക്കുന്ന എന്തൊക്കെ പണി എടുക്കുമ്പോ. ഓ പിന്നെ വൈകുന്നേരം ആകുമ്പോ ഓള് വരില്ലേ, അപ്പൊ ഓള് കുറച്ച് പൈസ ചോദിക്കാലോ. ഓളോ? ഏത് ഓള്? ഓള് പോയി. നീ വന്നാ വന്ന്, വന്നില്ലേ ഇല്ല. ഉണ്ണേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മള് ഇവിടെ സർക്കാർ ജോലിയുള്ള ഇഷ്ടംപോലെ പെണ്ണുങ്ങളില്ലേ? ഇഷ്ടം പോലെ ഇട്ട്. അവരൊക്കെ ഓഫീസിൽ നിന്ന് എത്ര മണിക്ക് വീട്ടിൽ എത്തും? ഒരു 5-5:30 ആകുമ്പോ എന്തായാലും എത്തുമല്ലോ. എത്തും. ഇവിടെ ഉള്ളവള് 6:30 ആയാലും വരില്ല, 7:30 ആയാലും വരില്ല. 8 മണിക്ക് വന്നാ വന്ന്, പിന്നെ അവക്ക് തോന്നിയ പോലെയാണെന്നേ. ശരി. ഇല്ല, ഇതും വേണ്ട ഇങ്ങനെ വരാനായിട്ട് സർക്കാർ ഓഫീസിൽ എന്താ ഇത്ര ജോലി? ശരി. എന്റെ ബലമായ സംശയം എന്തോ ചുറ്റിക്കളി ഉണ്ടാകും. നല്ലടാ, ഉണ്ട്. നീ എന്തിനാണായിട്ട് നിൽക്കുന്നത്? ഇത് എന്റെ വീട്ടിലാവണം, വളപ്പ് കേട്ടില്ല ഞാൻ. അല്ല പിന്നെ നിന്റെ കെട്ടിയോളി നാളെ ഓട്ടോ ഡ്രൈവറെ കൂടെ പോയില്ലേ? പോയി. അതുകൊണ്ടല്ലേ ഞാൻ കേറ്റാത്തത്. ഈ വിഷയം കാലത്തെ ഞാൻ അവളോട് ചോദിച്ചപ്പോ അവള് വേറെ വിഷയം എടുത്തിട്ട് എന്റെ ഇച്ചിരി സ്വർണം പണയം വെച്ച് എന്റെ പലിശ അടയ്ക്കാൻ തന്നിട്ട് ആ കാശ് എന്റെ ചെലവായി പോയി. അതിൽ കയറി അവൾ അങ്ങോട്ട് ഒരു പിടി. ഞാൻ കൊടുത്തരണം, അടിച്ച് പൊട്ടിച്ചില്ലേ? കൊടുക്കണം. ഇതേ സ്വഭാവം എന്റെ ഓള്. ഇങ്ങനത്തെ വർത്താനം കേൾക്കുമ്പോ ചവിട്ടം കെട്ടോക്കി കൊടുക്കണം. പക്ഷെ ഞാൻ ഓനെ തല്ലാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരന്റെ വീട്ടിൽ പോകാൻ പറ്റില്ല എനക്ക്. ഇപ്പൊ ഓന്റെ ഭാര്യയാണ്. എല്ലാം കൊണ്ടോണ്ടാ പോയേക്കണേ. നീ വന്നാ വന്ന്, വന്നില്ലേലില്ല. പക്ഷെ ഇനി അവളെങ്ങാനും ഈ പടി ചവിട്ടിയാ ഇവിടെ നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. എന്റെ വീടാ. ഒരു കണക്കിന് പെണ്ണുങ്ങൾക്ക് സർക്കാർ ജോലി ഇല്ലായിരിക്കണം നല്ലത്. അഹങ്കാരികളായി പോവും. തോന്നിവാസികളായി പോവും. ആളുകൾ ഇനി പറഞ്ഞു തുടങ്ങും. എനിക്ക് അതാ വിഷമം. ഞാൻ എന്റെ വിഷമം എന്നറിയാം. എന്തെങ്കിലും നടക്കുവോ? ഞാനും അത് ആലോചിക്കണേ. ഈ തെങ്ങ് മുറിച്ചു കൊടുത്ത എന്ത് കിട്ടൂടാ? ആകെ ഈ പറമ്പിൽ ഒരു തെങ്ങല്ലേ. ആ തെങ്ങ് ഇപ്പൊ വെറുതെ ഇങ്ങനെ അങ്ങ് നിൽക്കുകയല്ലേ ചെയ്യണേ. എന്നാലോ അതുപോലെ നിൽക്കാൻ ഞാനൊരുത്ത ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അതിനെ മുറിക്കാം. എന്ത് കിട്ടും? പൈസ കിട്ടൂലപ്പാ. ചെറുതിലുള്ള കാശ് കിട്ടും. ചെറുതല്ല പുള്ളന്നെ കിട്ടും. എന്നാ മുറിച്ച് അതിനുള്ള ഏർപ്പാടുണ്ടാക്കുന്നു. അതല്ലേ? ഓ അത് കുഴപ്പമില്ല. എന്നാലും നോക്കാം. അതാരടാ വരുന്നു? എന്റെ ഭാര്യയുടെ സൃഷ്ടികർത്താവ്. ഇയാളും ഉള്ളോ? എവിടെ ഇരിക്കണ നീ അവിടെ? എവിടേക്ക്? ഇങ്ങോട്ട് വേണ്ട. എന്തേലും പറയാനുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. എന്താ മന്മത ഇത്?
ഇത് എത്രാമത്തെ തവണയാണ്? നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, നല്ല വിവരം പക്കത്തുള്ള ആളുകളല്ലേ. കുറച്ചൊക്കെ മര്യാദയ്ക്ക് പെരുമാറിക്കൂടണോ. എന്താ പറഞ്ഞ മര്യാദ? ആദ്യം മോക്ക് കുറച്ച് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. കെട്ടിയവനോട് എങ്ങനെയാ പെരുമാറേണ്ടെന്നുള്ളത്. അല്ല മന്മത, എന്താ നിന്റെ ഉദ്ദേശം എന്ന് പറ. നിനക്കുണ്ടായ ഒരു വീട് വിറ്റിട്ട് നീ വാടകയ്ക്ക് വന്ന് താമസിക്കണം. അവൾക്കുണ്ടായ പൊന്നും പണ്ടോ മുഴുവൻ പണയം വെച്ചും വിറ്റും നീ തിന്ന്. ഇപ്പൊ അവള് ബുദ്ധിമുട്ടി പണിക്ക് പോയിട്ട് നിന്നെ പോറ്റണ്. അതും പോട്ടെ നോക്കി ഇപ്പൊ രണ്ടാളും കൂടി തല്ലി പിരിഞ്ഞിട്ട് അവള് വീട്ടിലും വന്ന് നിൽക്കണ്. നിന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ മര്യാദക്ക് പറ. വീട്ടുകാർ വന്ന് തോന്നിയാസം പറയരുത്. ഞാൻ വീട് വിറ്റ് തൊലച്ചെങ്കിലേ അത് എന്റെ തന്ത എനിക്ക് തന്നത്. പിന്നെ സ്വർണവും ഇതൊക്കെ പണയം വെക്കും, അതിന്റെ പലിശ എടുത്ത് ചെലവാക്കി അത് എന്റെ ഭാര്യയുടെ. അത് ചോദിക്കാം നിങ്ങൾക്ക് എന്താ അവകാശം? എടാ നീ ബോംബെയില് വലിയ കോൺട്രാക്ടറാണെന്ന് പറഞ്ഞിട്ടല്ലേടാ പെണ്ണിനെ കെട്ടിയത്. എന്നിട്ട് നീ ഒരു തച്ച് പണിക്ക് പോയിട്ടുണ്ടോ ഇതുവരെ? എടാ പെണ്ണിനെ കെട്ടിയാൽ പോറ്റാൻ അറിഞ്ഞൂടെങ്കിലേ കെട്ടാൻ നിൽക്കരുത്. ഇങ്ങനെയുള്ള എവിടെയൊക്കെ കെട്ടാനേ വേറെ ഒരുത്തിനും വരില്ല. എന്താണ് അവൾക്ക്? അവക്ക് എന്താ അവൾക്ക് കുഴപ്പം? മോള് ജോലിയുടെ ഓഫീസിൽ പോയി അന്വേഷിക്കണം. അവക്ക് അവിടെ പല ചുറ്റിക്കളികളും ഉണ്ട്. എന്ത് ചുറ്റിക്കളാ? എന്ത് ചുറ്റിക്കളി? അന്വേഷിക്കണം. എന്താ അന്വേഷിക്കണമെന്ന്? നീ അല്ലേ അന്വേഷിക്കേണ്ട ആള്? അതെ, കെട്ടിയോണെന്ന നിലയ്ക്ക് ഞാൻ അന്വേഷിച്ച്, ഇനി തന്ത എന്ന നിലയ്ക്ക് നിങ്ങൾ എന്ന് അന്വേഷിക്ക്. മോക്ക് അവിടെ എന്തൊക്കെ ചുറ്റിക്കളിയാണെന്നുള്ളത്. എന്താണ് നീ അടിക്കണ്ടല്ലേ? അവനെയൊക്കെ അടിച്ചാൽ നമ്മുടെ കൈ നാറും.